നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഫൈനലിസീമ നടക്കും എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അത് നടക്കണമെങ്കിൽ ആകെയുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ സ്പെയിന് ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ യോഗ്യത നേടാതിരിക്കുക മാത്രമാണ്. അത് നേടിയില്ലെങ്കിൽ ഫൈനലിസീമ നടക്കില്ല. യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെ മാർച്ച് മാസത്തിൽ അവർക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടതില്ല, അവർക്ക് ഫൈനലിസിമ കളിക്കാം. ഇപ്പോൾ ഫൈനലിസിമയുടെ ഡേറ്റും അതുപോലെ വേദിയും ഫിഫ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്ക മാത്രമല്ല, അർജൻറ്റീനയിൽ നിന്ന് ഗാസ്റ്റൻ എഡൂൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സ്പാനിഷ് മാധ്യമവും അതുപോലെ അർജൻറ്റീൻ മാധ്യമ പ്രവർത്തകരും ഇക്കാര്യം കൺഫേം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പം അതുകൊണ്ട് ഇതിൽ കൃത്യമായ ധാരണയായി എന്ന് വേണം മനസ്സിലാക്കാൻ. മാർച്ച് 27-ന് ഫൈനലിസിമ നടക്കുമെന്നാണ് മാർക്കയുടെ റിപ്പോർട്ട്. ഗാസ്റ്റൻ പറയുന്നത് മാർച്ച് 26-നും 28-നും ഇടയ്ക്ക് നടക്കുമെന്നാണ്. അപ്പോൾ സംഗതി ഒരേ ഡേറ്റ് തന്നെയാണ്. യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനും അതായത് UEFA-യും കോൺമെബോളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും അതുപോലെ തന്നെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന ഫൈനലിസിമ. ഇപ്പോൾ അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഫിഫയാണ്. ഫിഫ അത് അനുവദിച്ചിരിക്കുന്നു, വേദി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട്. നോക്കാം നമുക്ക്. ദോഹയാണ് വേദി. അതായത് ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ നടന്ന സ്റ്റേഡിയത്തിൽ മാർച്ച് 28-ന് നടത്താനാണ് ആദ്യം പ്ലാൻ ഇട്ടത്. ഇപ്പോൾ ഒരു ദിവസം നേരത്തെ, അതായത് മാർച്ച് 27-ന് വെള്ളിയാഴ്ച നടത്താനാണ് ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഫിഫ പ്രിഫർ ചെയ്യുന്നത് എന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു ഗ്രാൻഡ് ഇവൻ്റ് ആക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടീമിൻ്റെ അറൈവൽസ്, ട്രെയിനിങ് സെഷൻസ്, പ്രസ് കോൺഫറൻസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു ബിഗ് ഫൈനൽ ഡേ പോലെ മത്സരം നടത്താനാണ് ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന സ്പെയിനും തമ്മിൽ വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, മാർച്ചിൽ 2 മത്സരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിന് അവരുടെ 2ാമത്തെ മത്സരം ഖത്തറിൽ തന്നെ കളിക്കാനായിരിക്കും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹുലൽ ലോപ്പത്തേഗിയുടെ ഖത്തറാണ്, ഖത്തറുമായിട്ട് കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ വേൾഡ് കപ്പ് ഡ്രോ കഴിയണം, അപ്പോഴാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. ഏതായാലും അർജൻറ്റീന അപ്പോൾ 2ാമത്തെ മത്സരം എവിടെ കളിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ കളിക്കാനുള്ള സാധ്യത അവിടെ തെളിയുകയാണ്. ഫൈനലിസിമ ലുസൈലിലാണെങ്കിൽ, അല്ലെങ്കിൽ ഖത്തറിൽ ദോഹയിലാണെങ്കിൽ, കേരളത്തിൽ അവരുടെ ശേഷിക്കുന്ന മത്സരം കളിക്കാൻ അവർ തയ്യാറായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.